അങ്ങനെ 4-5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദ്രചൂടൻ മടങ്ങിയെത്തിയിരിക്കുകയാണ്. കുറ്റം പറയാനല്ല, ഒരു നല്ല കാര്യം പറയാനാണ്. അതായത് നമ്മുടെ ചട്ടമ്പീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പരിചിതമായ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അവർക്ക് ഭയങ്കരമായ രീതിയിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അവർ ഫാമിലിപരമായി ഭയങ്കര യൂണിറ്റി ഉള്ള ആൾക്കാരാണ്. അവരുടെ ചാനലിൽ നോക്കിയാൽ തന്നെ അറിയാം. അവരുടെ ചാച്ചന്മാർ, ആൻറ്റിമാർ, അങ്ങനത്തെ ഭയങ്കരമായ അവരുടെ മക്കൾ, ഇവരൊക്കെ അടങ്ങിയ ഒരു കുടുംബമാണ് അവരൊക്കെ ഈ ചാനലിൽ പങ്കാളികളുമാണ്. അപ്പോൾ ഇതിനകത്തുള്ള മറ്റേ ഡാനി, ജോഷുവ, ആനി എന്ന് പറയുന്നത് സഹോദരങ്ങളാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു കാണും. അതൊക്കെ 1 മില്യൺ മേളിൽ വ്യൂസ് പോയ വീഡിയോസാണ്. അതായത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പണ്ട് നടന്നു പോയിരുന്ന ഒരുപാട് സാഹചര്യങ്ങളും സംഭവങ്ങളും, അവർ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിയത്, പിന്നെ ആ ഗ്രഹനാഥൻ്റെ കഴിവ് കൊണ്ട് ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുകയും മൂത്ത മകൻ്റെ അധ്വാനം കൊണ്ട് ഇപ്പം ആ കടങ്ങളൊക്കെ വീട്ടുകയും ഒരു കൊട്ടാരം പോലെയുള്ളൊരു വീട് വെക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് ഈ ഒരുപാട് കടങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയായി ജീവിക്കുന്നവരും, ആത്മഹത്യ ചെയ്യാൻ മടിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെയുള്ള ഒരു ഭയങ്കരമായൊരു ഉദാഹരണമാണ് ഈ ഫാമിലി. കാരണം ഇത്ര വലിയ കടങ്ങളുണ്ടായി, അമ്മേനെ ആൾക്കാർ ഉപദ്രവിക്കുന്നു, മക്കളുടെ മുന്നിൽ വെച്ച് അപ്പനെയും അമ്മേനെയും ആളുകൾ വന്ന് തെറി പറയുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ അവസ്ഥ. എന്നിട്ടും ഇവർ അതിനകത്ത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പോലും ആത്മഹത്യയിലേക്ക് കടക്കാതെ പിടിച്ചു നിൽക്കുകയും ഇപ്പം വളരെ സന്തോഷപരമായ ഒരു വെറും കുടുംബമല്ല, കൂട്ടുകുടുംബമായി ജീവിക്കാനുള്ളൊരു സാഹചര്യം അവർക്ക് ഉണ്ടാകുകയും ചെയ്തു. അത് അവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്, അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. പക്ഷെ അവരുടെ മൂത്ത മകന് പ്രവാസിയായിട്ട് ഇപ്പോഴും ജീവിക്കേണ്ടി വരുന്നു. പക്ഷെ അതിൽ പുള്ളി ഇപ്പം സംതൃപ്തനാണ്. കാരണം പുള്ളിക്ക് ആവശ്യമുള്ള ടൈമിലൊക്കെ പുള്ളിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റുന്നുണ്ട്. പുള്ളി പറയുന്നുണ്ട്, എൻ്റെ 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള 10 വർഷം അതെൻ്റെ പോയി. പക്ഷെ എന്താണെങ്കിൽ പോലും എനിക്ക് അതിനകത്ത് വിഷമമില്ല. കാരണം ഫാമിലി ഒരു സ്റ്റേബിളായി, കടങ്ങളൊക്കെ വീട്ടി. ഇപ്പോൾ കൊട്ടാരം പോലെ, കൊട്ടാരം തന്നെ പറയാൻ കേട്ടോ, അത്ര വലിയൊരു വീട് വെച്ചിരിക്കുകയാണ് അവർ. പക്ഷെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത്രയും വലിയ വീട് വെച്ച് നാട്ടുകാരെ കാണിക്കണമെന്നുള്ള ചിന്തയിൽ അത്രയും വലിയൊരു വീട് വെക്കുന്നതിനോട് യോജിപ്പില്ല. കാരണം അത് പിന്നെ അവർക്ക് അതിനുള്ള ഇതുണ്ടാവും കേട്ടോ, ഇൻകം ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പം സ്വാഭാവികമായിട്ടും അതുകൊണ്ടുകൂടി ആയിരിക്കാം വെച്ചത്. അതോ ഇനി ഇൻകം ഇല്ലാതെ ചാടിക്കയറി പണ്ടത്തെ ഒരു ഇതിനകത്ത് വെച്ചാണോ അതും അറിയത്തില്ല. എന്താണെങ്കിലും പക്ഷെ അവരിപ്പം വീട് വെച്ച് ഫിനിഷിങ് ആയി എന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും കേട്ടോ. കാരണം ഇപ്പോഴും അവരുടെ അവസ്ഥയിൽ, അവർ പണ്ട് ജീവിച്ചിരുന്ന അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ ഈ കേരളത്തിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിൽ തന്നെ ഉണ്ടാകും. അപ്പം അവർക്കൊക്കെ ഒരു ഇൻസ്പിരേഷനാണ്. കാരണം കുറച്ച് കഷ്ടപ്പെട്ടാലും കുറച്ച് ചീത്തവിളികൾ കേട്ടാലും ആത്മഹത്യയുടെ കാര്യത്തിലേക്ക് പോകാതെ കുറച്ചൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു നിലയിലേക്ക് എത്താൻ പറ്റും. അതിന് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, കുറച്ച് അധ്വാനിക്കണം, അതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ചീത്ത സമയം മാറി നല്ല സമയം വരും. മറ്റേ നിവിൻ പോളിൻ്റെ നേരം എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ, ചീത്ത നേരവും നല്ല നേരം. അപ്പം ചീത്ത നേരം പോയിട്ട് നല്ല നേരം വരും. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം, അല്ലാതെ നടക്കില്ല എന്താണെങ്കിലും. ഇപ്പോൾ ഇവരുടെ ആ കഥകൾ മൊത്തം കേൾക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്താ ഒരു സാധാരണക്കാരന് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടോ, നമുക്കും ഈ ലെവലിലേക്ക് എത്താം പണിയെടുക്കുകയാണെങ്കിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരിലും സാധാരണക്കാരായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് അവർ. ആദ്യം ഒരു മിഡിൽ ക്ലാസ് ആയിരുന്നു, പിന്നെ അപ്പൻ ബിസിനസ് തുടങ്ങി, ആകെ പണി പാളി, ഫുള്ള് തളർന്ന് തകർന്ന് തരിപ്പണമായി. എന്നിട്ട് വീണ്ടും ഇപ്പോൾ വളർന്ന് ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് അവർ. അതിനകത്ത് ഡാനി പറയുന്നുണ്ട്, ചട്ടമ്പീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ഒരു വരുമാനം പോലും ഇതിനകത്തേക്ക് എടുത്തിട്ടില്ല. ഫുൾ അവൻ്റെ അധ്വാനമാണ്, അല്ലെങ്കിൽ അവൻ്റെ കഷ്ടപ്പാടാണ്, അവരുടെ വീട്ടുകാരുടെ കഷ്ടപ്പാടാണ്. അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് പറയും, അവർക്ക് യൂട്യൂബിൽ നിന്ന് ഇത്രയും വരുമാനം കിട്ടുന്നത് കൊണ്ട് അവർ ഇത്ര നല്ലൊരു വീട് വെച്ചല്ലോ എന്നുള്ള രീതിയിലേക്ക് പറയും. പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഡാനി പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അവർ ഒറ്റയടിക്കെടുത്ത വീഡിയോസല്ല, വീടിൻ്റെ തറക്കല്ലിടുമ്പോൾ തൊട്ട് ഇപ്പോൾ വീടിൻ്റെ ഫിനിഷിങ് വർക്കിൽ എത്തിയപ്പോൾ വരെ അവരെടുത്ത കുറേ വീഡിയോസ് നല്ല രീതിയിൽ ചെയ്ത് കൊണ്ടുവന്നൊരു സംഭവമാണ്.
അപ്പോൾ അതിനകത്ത് അവരുടെ ഓരോ കുടുംബക്കാരുടെയും കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഓരോരുത്തരും ഓരോ രീതിയിലും അവരെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പിടിച്ചു നിന്ന് വന്നത്. അപ്പോൾ ഈ കുറച്ച് പേരുണ്ട്, അവർക്ക് കുടുംബവും വേണ്ട, ആൾക്കാരും വേണ്ട, നാട്ടുകാരും വേണ്ട, സ്വന്തം മതി എന്നുള്ള ചിന്തയാണ്. എനിക്ക് സ്വന്തം മതി, എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ സ്വന്തം മതി, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ സ്വന്തം മതി എന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. എന്താണെങ്കിലും നമുക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ചിന്തയോടുകൂടി നമ്മൾ പരിപാടിയിലേക്ക് ഇറങ്ങിത്തിരിക്കണം. അല്ലാതെ എനിക്ക് കുറേ പൈസയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ എനിക്ക് കുറേ കൂട്ടുകാരുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും കാര്യമില്ല. കുടുംബക്കാരുണ്ടെങ്കിൽ അവർ തന്നെയാണ് അവസാനം വരെ ഉണ്ടാവുള്ളൂ എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ കൂട്ടുകാരും വേണം, പൈസയും വേണം, എല്ലാം വേണം. അതിലുപരി കുടുംബക്കാർ വേണം. അവരുടെ സഹായങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇവരുടെ കാര്യത്തിലാണെങ്കിലും അതുണ്ടായിട്ടുണ്ട്. അവരുടെ അച്ഛൻ്റെ അനിയനാണ് ഈ ഡാനി എന്ന് പറയുന്ന പയ്യനെ വിദേശത്തേക്ക് കൊണ്ടുപോയത്. അതുപോലെ ഇവരെ വീട് വിൽക്കാൻ നിന്ന സമയത്ത് ഈ അവിടുത്തെ അമ്മയുടെ അനിയത്തിയാണ് ആ വീട് വന്ന് മേടിച്ചത്. കാരണം ചേച്ചീനെയും മക്കളെയും ഇറക്കി വിടാൻ പറ്റില്ല, അവർ വഴിയെ കിടക്കരുത് എന്നുള്ള രീതിയുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ഇൻവോൾവ്മെൻറ്റുകൾ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പിടിച്ചു നിന്നു. ആ വീഡിയോ കാണാത്തിരിക്കുന്ന കാണണം കേട്ടോ, സൂപ്പറാണ്.